നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. രാജ്യം മുഴുവൻ കൊൽക്കത്തയിലേക്ക് നോക്കുകയാണ്. ബംഗാളിലെ ആർജി ഖർ ആശുപത്രിയിൽ യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പ്രതിക്കൂട്ടിലാകുന്നു. സമാധാനപൂർണ്ണം നടന്ന പ്രതിഷേധത്തിലേക്ക് ക്രിമിനലുകളെ അയച്ചുവിട്ട് തെളിവ് നശിപ്പിച്ചവർ എന്ത് നീതിയാണ് നടപ്പിലാക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഭീകരമായ കാര്യങ്ങളാണോ കൊൽക്കത്തയിൽ നടക്കുന്നത്? സർക്കാരിൻ്റെ പിന്തുണയുണ്ടെന്ന് ഗവർണർ തന്നെ പറയുമ്പോൾ ഇന്ത്യയിലല്ലേ ബംഗാളെന്ന് തോന്നിപ്പോകുന്നതിൽ അത്ഭുതമുണ്ടോ? ഭീതിതമായ അന്തരീക്ഷത്തിൽ ഈ കേസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും എന്ന സംശയം പോലും അവിടെ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. കാരണം ഇന്ന് രാജ്യം മുഴുവൻ ഡോക്ടർമാരുടെ ഒരു സമരമുണ്ടായി. നമ്മുടെ ഡോക്ടർമാരുടെ ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ഭീകരമായ ഒരു സംഭവത്തിൽ നീതിക്കായി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുടെ ഒരു സമരം നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം അവിടെ സമരത്തിന് വന്നവരാരും കൊൽക്കത്തയിലടക്കം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ അല്ല, കേട്ടറിഞ്ഞ് നിയമനിഷേധം അറിഞ്ഞ് വന്ന് പങ്കെടുത്ത ജനക്കൂട്ടങ്ങളാണ്. അവരോടാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടാസംഘങ്ങൾ എന്ന് കരുതുന്നവർ ആക്രമണം നടത്തിയത്. മമതാ ബാനർജിക്ക് അടിപതറുന്നു. അവർ നേരത്തെ തള്ളിപ്പറഞ്ഞ CBI പോലും ഇപ്പോൾ അംഗീകരിക്കേണ്ട അവസ്ഥ അവരിലേക്ക് വരുന്നു എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. മമത ഈ വിഷയത്തിൽ ഉത്തരം പറയണ്ടേ എന്ന് പ്രൈം ഡിബേറ്റും ചോദിക്കുന്നു. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ നമ്മുടെ ക്യാമറ സംഘമുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഈ പറഞ്ഞ സംഭവ സ്ഥലങ്ങളിലുള്ള സന്ദർശനത്തിലാണ് എന്ന് മനസ്സിലാകുന്നു. അദ്ദേഹം ഏത് നിമിഷവും ഒരുപക്ഷെ നമ്മളോടൊപ്പം ചേർന്നേക്കാം. ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ശ്രീ ദേവരാജൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഷൈബു മഠത്തിലുണ്ട് ആം ആദ്മിയുടെ പ്രതിനിധിയായി. ഡോക്ടർ ഹമാദ് ബിൻ ഖാലിദ്, അദ്ദേഹം സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് എയിംസിലെ. ഈ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഡോക്ടർ അഞ്ജലി കൃഷ്ണ, സീനിയർ റെസിഡന്റ് ആണ് എയിംസ് ഡൽഹിയിലെ. മാഡവും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീമതി അഞ്ജലി കൃഷ്ണ, 8 ദിവസമാകുന്നു ഈ സംഭവം നടന്നിട്ട്. തുടക്കം മുതൽ തന്നെ ഒരു നീതി നിഷേധം ഈ വിഷയത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരാളെ മാത്രം പ്രതി ചേർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം, തെളിവുകൾ നശിപ്പിക്കുന്ന സാഹചര്യം, ഏറ്റവും ഒടുവിൽ CBI അന്വേഷണം ഏറ്റെടുത്ത പശ്ചാത്തലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ ഈ സമയത്ത് പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു രീതിയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ സ്ട്രൈക്കും കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. നമ്മൾ വളരെ ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഡിമാൻഡ്സ് ആണ്. 2 കാര്യം. ഒന്ന്, നമ്മുടെ ആർജിക്കറിൽ നടക്കുന്ന കുട്ടിയുടെ നീതി, ആ ബ്രൂട്ടൽ മർഡർ ആൻഡ് റേപ്പിന് അതിനുള്ള നീതി. രണ്ടാമത്തത്, എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, അതായത് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന രീതി എത്രയും പെട്ടെന്ന് നിലവിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ മുഖ്യമായി വെച്ചിരിക്കുന്ന നമ്മുടെ അജണ്ട. ഈ 2 എണ്ണവും എപ്പോഴാണോ നമുക്ക് കിട്ടുന്ന എന്നുള്ള രീതിയിൽ ഒരു ക്ലിയർ കട്ട് ഒരു ഡിസിഷൻ ഫ്രം ദ ഗവൺമെന്റ് കിട്ടുന്ന രീതി വരെ നമ്മൾ ഈ സ്ട്രൈക്ക് തുടരാനാണ് നമ്മുടെ തീരുമാനം. ഇത് ഒരു ബേസിക് നീഡാണ്, നെസസിറ്റി ഓഫ് ദ ആരാണ്. അതായത് എത്രയോ ഡോക്ടേഴ്സ് എത്രയോ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ദിവസവും 10 നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഡോക്ടറെ അടിച്ചു പിടിച്ചു എന്നുള്ളത് മാത്രമേ കാണാനുള്ളൂ. ഇത് എത്ര നാളത്തേക്ക് തുടരും? എപ്പോഴും ഞങ്ങൾ കാണുന്ന പേഷ്യൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന പബ്ലിക് എന്ന് പറയുന്നത് എപ്പോഴും അജിറ്റേറ്റഡ് ആണ്. ആരും സന്തോഷം കൊണ്ട് ഹോസ്പിറ്റലിൽ വരാറില്ല, എല്ലാവരും സങ്കടം കൊണ്ടും ഇതും കൊണ്ട് വരുന്നതാണ്. അതിന് ആർക്കും ഇന്നേ വരെ ഒരു പ്രൊട്ടക്ഷൻ എന്നോ ഒരു സെക്യൂരിറ്റി എന്നോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസ് വരിക എന്നുള്ളത് ഒന്നുമേ ഇല്ല. അപ്പൊ അൺലെസ് നമുക്ക് ഒരു എൻഡ് പോയിന്റിൽ ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് ഉറപ്പുവരുത്തിയാലും നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആർക്കും എല്ലാം പേടിയായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ ഡോക്ടേഴ്സ് നമ്മൾ രാവിലെ 8 മണിക്ക് പോയാൽ രാവിലെ 5 മണിക്ക് പോകുന്ന പരിപാടിയൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന അവറിലും നമ്മൾ ചിലപ്പോൾ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന 14-16 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് ആർക്കും ഒരു സുരക്ഷ നമുക്ക് ഉറപ്പാക്കുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? സ്ത്രീ എന്ന രീതിയിൽ നമുക്ക് ഒരു എല്ലാത്തിനകത്തും എപ്പോഴും ചോദ്യമാണല്ലോ നമ്മുടെ സുരക്ഷ എന്നുള്ളത്. എത്രയെന്ന് പറഞ്ഞാൽ കണ്ണും കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റും? 31 വയസ്സുള്ള കൊച്ചിനെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ അതിക്രമിച്ച് കയറി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഒന്നല്ല, ഒത്തിരി അനേകം ആൾക്കാർ ചെയ്യുന്ന പറയുന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇതിപ്പോ നാളെ എനിക്കാവാം, വേറെ എന്റെ സഹോദരിക്കാവാം. അപ്പൊ നമുക്ക് ഇന്നെങ്കിലും ഒരു നീതി കിട്ടുക, അല്ലെങ്കിൽ ഇനിയും ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു ആക്ട് വന്നാൽ ചിലപ്പോൾ നടക്കില്ല, പക്ഷെ ആൾക്കാർക്ക് ഒരു ഭീതി ഉണ്ടാവും. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന, സത്യം പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ ചെറിയൊരു ഫിയറിൽ കൂടെയാണ്. അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ബേസിക് റൈറ്റ് ഓഫ് ഓൾ ഡോക്ടേഴ്സ്, ഓൾ റെസിഡൻസ്. അതുപോലെ അത് മാത്രമല്ല, പാരാമെഡിക്കൽ സ്റ്റാഫിനും ഇത് ഇൻക്ലൂഡഡ് ആണ്. ആർക്കും വന്നു എന്തും ചെയ്യാം എന്നുള്ള ഒന്ന് മാറി അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും മുൻകൂട്ടി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ തന്നെ ഞങ്ങളുടെ
കൊളീഗായ ആ കുട്ടിക്ക് നീതി കിട്ടുക. ഇതാണ് ഡോക്ടർ അഞ്ജലി, ഇവിടെ നമുക്ക് ഈ വന്ദനാദാസ് ഒക്കെ നമ്മളിപ്പോഴും നമ്മുടെ സമൂഹത്തിലെ വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കേരളത്തിൽ. പക്ഷെ അതിനുശേഷമൊക്കെ നമ്മുടെ നിയമങ്ങൾ ഒരുപാട് ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ആശുപത്രികൾക്ക് ആക്രമണം നടത്തുക, ഡോക്ടർമാരെ ആക്രമിക്കുക എന്നതൊക്കെ ജാവുമില്ലാ കുറ്റമാണ്. ശിക്ഷ, അതിനുള്ള ശിക്ഷയൊക്കെ കടുത്തതാണ്. അതൊക്കെ നമ്മുടെ സംവിധാനത്തിലുണ്ട്. പക്ഷേ ഇത് എവിടെയാണിത് ഈ ജനത്തെ അങ്ങനെ ഒരു ബോധ്യം കൊണ്ടുവരാത്തത്? അവർക്ക് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവരെ ഒന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കർശനമാകുക എന്നുള്ളതാണല്ലോ. അവിടെ എന്താണ് പിഴവ് സംഭവിക്കുന്നതെന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? കാരണം ബംഗാളിൽ ഇപ്പോൾ ഈ നടന്ന സമാനമായ ഈ സംഭവത്തിൽ നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സമാധാനമായി പ്രതിഷേധിച്ച നിങ്ങളുടെ നേരെ വലിയ അക്രമ സംഘം പാഞ്ഞെടുക്കുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു, നിങ്ങളെ മർദ്ദിക്കുന്നു. അതിനുശേഷം ഒരാൾ മാത്രമാണ് പ്രതി എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. ഒടുവിൽ കോടതി ഇടപെട്ട് അന്വേഷണം CBI ഏൽപ്പിക്കുന്ന പശ്ചാത്തലമാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം, ബംഗാൾ എന്ന് പറയുന്നത് സമാധാനം പലപ്പോഴും, നമ്മൾ നേരത്തെ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലാണോ എന്ന് പോലും തോന്നത്തക്ക വിധത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയും ഇങ്ങനെ സമാനമായി നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളും എടുക്കാം. അവിടെ ഈ ഭരണകൂടങ്ങൾ പല വിഷയങ്ങളിലും ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുന്നതിലുള്ള കെടുകാര്യസ്ഥതയോ തന്നെയല്ലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം? സർ, നമുക്കിതിനെ പൊളിറ്റിക്കലി നോക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം, നമ്മൾ സമൂഹമായിട്ട് തന്നെ കൈകെട്ടി നിൽക്കുകയല്ലേ. നമുക്കോ സാറിനോ എനിക്കോ നടക്കാത്തടത്തോളം കാലം നമുക്ക് ഇതിനകത്ത് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ഒരു പബ്ലിക് സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ സ്ക്രോൾ ചെയ്ത് നീച്ച് കണ്ടു തീർന്നു കഴിഞ്ഞു. ഇത് എന്തുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ഇനിയിപ്പോ എന്റെ കൂടെ ഇരിക്കുന്ന വേറൊരു കൊളീഗിനോ വരുന്നില്ല എന്നുള്ള ആലോചിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ഇതൊരു ശരിക്കും ഒരു ഇഷ്യൂ ആയിട്ട് എടുത്തേനെ. ഇപ്പൊ എന്ത് റേപ്പ് കേസ് നടന്നാലും, വന്ദന കേസ് എന്ത് എടുത്താലും നമുക്ക് നമ്മുടെ രീതിയിൽ കുഴപ്പമില്ല എന്നൊരു സമൂഹത്തിന് ഒരു സ്വന്തമായിട്ടൊരു നല്ല സേഫ് ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ആരും അനങ്ങുന്നില്ല. പൊളിറ്റീഷ്യൻസ് വരുന്നു പോകുന്നു. അതിനിപ്പോ നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ എത്ര ആക്ട് ഉണ്ടെന്ന് പറഞ്ഞാലും അൺലെസ് പബ്ലിക് സെൻസിറ്റൈസ്ഡ് അബൌട്ട് ഇറ്റ് ആരും ചെയ്യുന്നില്ല. ഡോക്ടർമാരെ അടിക്കുക എന്നുള്ളത് അതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ സീനിയറിനോട്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ PHCയിൽ എടുത്ത് നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ എത്രയോ ഡോക്ടേഴ്സ് രാത്രിയിൽ പേഷ്യൻസ് വന്ന് നമുക്കുള്ള വെച്ചിരിക്കുന്ന സംവിധാനത്തിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് വിടാനുള്ള ബുദ്ധിമുട്ടാണ്. കാര്യം മരുന്നില്ല, ECG വർക്കിംഗ് ഉണ്ടതില്ല, ചെസ്റ്റ് എക്സ്റേ ഉണ്ടാവില്ല. ഇതെല്ലാം ആൾക്കാരോട് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൂടെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ട ഒഴിച്ച് പബ്ലിക്കിന് മനസ്സിലാകണം. അതിനുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനാണ് ഞങ്ങൾ ഈ പ്രാവശ്യം സോഷ്യൽ മീഡിയയിലും ബാക്കി പബ്ലിക്കിന്റെ ഇടയിലും ഒരു രീതിയിൽ ഇത് എന്താണ്, നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു ദിവസം ഡോക്ടർമാരെല്ലാം സ്ട്രൈക്കിന് പോകുന്നു, എല്ലാം നിർത്തിവെക്കുന്നു. പക്ഷെ അതിനുള്ളൊരു കാര്യം എന്താന്നുള്ള ഇന്നും പബ്ലിക്കിന് മനസ്സിലായില്ല. അതായത് ഒരു ഡോക്ടറിന്റെ റേപ്പ് ആൻഡ് മർഡർ മാത്രമല്ല, എല്ലാ ഡോക്ടർമാരെയും ഒരു പ്രൊട്ടക്ഷൻ ആക്ട് കൂടി വേണം എന്നുള്ള രീതിയിലാണ്. കാര്യം ഇപ്പോഴും ആൾക്കാർ പറയുന്നത് CBIയിലേക്ക് പോയല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇത് ഇന്ന് ഡോക്ടർ മോമിത ആണെങ്കിൽ നാളെ വേറൊരു കുട്ടിയായിരിക്കും. അൺലെസ് നമുക്കൊരു സേഫ് ആൻഡ് സെക്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജോലി ചെയ്യും? സോ റാദർ ദാൻ പൊളിറ്റിസൈസിങ് ഇറ്റ് ഇസ് ബെറ്റർ ടു നമുക്കൊരു പബ്ലിക്കിന് അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിലെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. ഡോക്ടർ ഹമാദ് ബിൻ ഖാലിദ്, ഇവിടെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നില്ല, പല സംഭവങ്ങളും ഉണ്ടാകുന്നു. കേരളത്തിലടക്കം നിരവധി അക്രമ സംഭവങ്ങൾക്ക് കാരണമാകുന്നു. പലപ്പോഴും നേരത്തെ ശ്രീമതി അഞ്ജലി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഒട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നൊരു വിഭാഗമല്ല ഡോക്ടർമാർ. അവിടെ പല വിധത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടേണ്ടി വരും, അവരുമായി സംസാരിക്കേണ്ടി വരും, അവരുടെ പലതരത്തിലുള്ള വൈകാരിക വിക്ഷോഭങ്ങൾക്കും വളരെ കാമാൻ കോയറ്റായി സാക്ഷ്യം വഹിക്കേണ്ടി വരും. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ഒരു സംവിധാനം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഭരണകൂടത്തിൻ്റെ കൂടെ പിന്തുണ വേണം, സമൂഹത്തിൻ്റെ പിന്തുണ വേണം, ഒപ്പം ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷിതമായ അന്തരീക്ഷം വേണം. അങ്ങനെ നിരവധിയായ ആവശ്യങ്ങളുണ്ട്. ഈ സംഭവമൊക്കെ ഈ പറഞ്ഞ ആളുകളുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. തീർച്ചയായും നമുക്ക് അതിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് 7 ദിവസങ്ങളായിട്ട് ഞങ്ങൾ എയിംസ് ഡൽഹിയിലെ ഡോക്ടർമാരും അനുബന്ധ ഡൽഹിയിലെ മറ്റ് മെഡിക്കൽ കോളേജുകളിലും മറ്റേ നേഷൻ വൈഡ് ആയിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ്. കാരണം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദശാബ്ദ കാലമായിട്ട് നമ്മൾ കണക്കുകളുടെ മെറ്റാ അനാലിസിസും കൂടെ എടുത്തു നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്.
രോഗികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ ഗിവർ അറ്റൻഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വയലൻസ് അഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നിയമനിർമ്മാണം സെൻട്രൽ രീതിയിലല്ലാതെ നമുക്കൊരു നിയമനിർമ്മാണം ശക്തമായിട്ടുള്ള നമ്മളിപ്പോൾ ആവശ്യം മുന്നോട്ട് വെക്കുന്ന സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് 19 സംസ്ഥാനങ്ങളിൽ യൂണിയൻ ടെറിട്ടറികൾ ഉൾപ്പെടെ നമുക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ശക്തമായിട്ട് സെൻട്രൽ രീതിയിൽ അതിനെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ഒരു എനാക്ട് ചെയ്യുന്ന ഒരു റൂൾ വന്നിട്ടില്ല. അതിനൊരു കാരണം സ്റ്റേറ്റ് ഹെൽത്ത് എന്നുള്ള ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആയതുകൊണ്ടാവാം. ഷെഡ്യൂൾ 7 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അത് ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആയതുകൊണ്ടാവാം. എന്നിൽ കൂടി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ സെൻട്രൽ ആക്ട് വരാതെ നമുക്ക് ഇതിനകത്ത് വേറെ ഒരു നിവൃത്തിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ സൈറ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിനെ സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശം കൂടെ നമുക്ക് ഈ പ്രൊട്ടസ്റ്റിനകത്തുണ്ട്. ഞാൻ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. നമ്മൾ മീഡിയയുടെ ഒരു വലിയ പിന്തുണയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാൽ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ, ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടെങ്കിൽ കൂടെ, എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ, ഇന്ന് ഒരു മുഖ്യധാര മാധ്യമം കേരളത്തിലെ മലയാള മാധ്യമം ഞങ്ങളിൽ പലരും എന്നിൽ കൂടെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. CPI അടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഉദ്ദേശം ഇത് പബ്ലിക്കിലേക്ക് എത്തുക, പൊതുജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള. പക്ഷെ വാർത്ത വന്നു നോക്കുമ്പോൾ വാർത്തയുടെ ടൈറ്റിൽ വളരെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് ബുദ്ധിമുട്ടുന്ന ഒരു ടൈറ്റിലാണ്. പനിയായിട്ട് വന്നതാണ്, വന്നു നോക്കുമ്പോൾ ഡോക്ടർ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ടൈറ്റിൽ. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത് പൊതുജനത്തിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇന്ത്യ എമ്പാടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, എലക്ടീവ് സർവീസസ് മാത്രമേ നമ്മൾ നിലവിൽ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ നിർത്തിവെച്ചിട്ടുള്ളൂ. എമർജൻസിയുടെ ഭാഗമായിട്ട് ഒരു പേഷ്യന്റിനെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഇതിനിടയിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ ഡ്യൂട്ടി ഇതിന്റെ ഇടയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു എമർജൻസി ഡ്യൂട്ടി പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടത് പൊതുജനം ബുദ്ധിമുട്ടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ വരുന്നതോട് കൂടെ ഉണ്ടാവുന്ന. ഞാൻ എല്ലാ മാധ്യമങ്ങളെയും അടിച്ചാക്ഷേപിക്കുന്നതായിട്ട് ഒരിക്കലും കരുതരുത്. മാധ്യമം സുഹൃത്തുക്കൾ വളരെയധികം ഉള്ള ഒരാളാണ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനടിയിൽ വരുന്ന കമന്റുകൾ നോക്കുമ്പോണ്ടല്ലോ സങ്കടകരമായിട്ടുള്ള കമന്റുകളാണ്. കാരണം ഡോക്ടർമാര് ഞങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളാണ്. കാരണം നമുക്കും അസുഖങ്ങൾ വരും. ഇന്ന് എനിക്ക് വയ്യ, അങ്ങനെയാണ് ഞാൻ ഈ സാഹചര്യത്തിൽ ഇരിക്കുന്നത്. എന്റെ മക്കൾക്ക് വയ്യാതാവും, എന്റെ അമ്മയ്ക്കും അച്ഛനും വയ്യാതാവും. ഇതിന്റെ ഇടയിൽ എന്റെ അച്ഛനും വയ്യാതായിരുന്നു. അപ്പൊ നമ്മളും രോഗികളായിട്ട് ആശുപത്രികളിൽ അഡ്മിറ്റ് ആവും. ഈ സാഹചര്യത്തിൽ അവരെ ചികിത്സിക്കുന്നവരുടെയും കൂടെ പ്രൊട്ടക്ഷൻ ഇല്ലേ? ഒരിക്കലും ഡോക്ടർമാരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതിൽ മെഡിക്കൽ, പാരാമെഡിക്കൽ അടങ്ങുന്ന എല്ലാതും, ആംബുലൻസ് ഡ്രൈവർ, സാനിറ്ററി അറ്റൻഡൻസ് എല്ലാവരും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഇതിന്റെ നാളുവഴികൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാരണം 2019 ഇതിന്റെ ഡ്രാഫ്റ്റ് ബില്ല് സജഷന് വേണ്ടിയിട്ട് ടേബിൾ ചെയ്യുന്ന സമയം മുതൽ ഇതിനകത്ത് വന്ന ഒബ്ജക്ഷൻ, ഹോം മിനിസ്ട്രിയിൽ നിന്ന് വന്ന ഒബ്ജക്ഷൻ, ഒരു ക്ലാസ് ഓഫ് പ്രൊഫഷണൽസിന് മാത്രം നമുക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ചോദിക്കുന്നത് ഡോക്ടർമാരെ, അതായത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഈ ആശുപത്രികളിൽ പാരാമെഡിക്കൽ, മെഡിക്കൽ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, ക്ലറിക്കൽ സ്റ്റാഫ് ഒട്ടനവധി. കാരണം കേരളത്തില് ഡോക്ടർ വന്ദനാദാസിന്റെ ഇൻസിഡന്റിന് ശേഷം മെയിൽ നമുക്ക് ഓർഡിനൻസ് പ്രൊമൽഗേറ്റ് ചെയ്തു വന്നു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് ഒരിക്കലും ഡോക്ടേഴ്സിനെ അല്ല പറയുന്നത്. ശക്തമായ നിയമം കർണാടകത്തിലുണ്ട്. ഇതെല്ലാം ജനറലൈസ് ചെയ്തിട്ട് സെൻട്രൽ പ്രൊട്ടക്ഷൻ വരുമ്പോഴല്ലേ എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നു? ഒരു പോലീസിന്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ പോലീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? നമ്മൾ അവരെ അടുത്ത് അവരെ ജോലി തടസ്സപ്പെടുത്താൻ നമ്മൾ എന്തെങ്കിലും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നിയമനിർമ്മാണം ഇതിന്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഒരു സാഹചര്യമാണ് ഞങ്ങൾ മുന്നോട്ട് 2020 ഏപ്രിലിൽ കോവിഡിന്റെ സമയത്ത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്നു? എപ്പിഡമിക് ആക്ട് 1897 ഓർഡിനൻസ് പ്രൊമൽഗേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അത് ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പൊ നമുക്കൊരു എപ്പിഡമിക് സാഹചര്യമില്ല. ആ സാഹചര്യത്തിൽ കൂടെ അതിന്റെ നിയമനിർമ്മാണം ചെയ്തിരുന്നെങ്കിൽ കൂടെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ മൊറാൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സാഹചര്യമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ മൊറാൽ എപ്പിഡമിക്കിന്റെ സാഹചര്യത്തിൽ മാത്രമല്ല, നമുക്ക് അല്ലാത്ത സാഹചര്യത്തിലും ഡോക്ടർ സൈറ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെയധികം ടെൻഷൻ, സ്ട്രെസ് പിടിച്ച അവസ്ഥയിൽ വർക്ക് ചെയ്യുന്നവരാണ്, എമർജൻസിയിലും അല്ലാത്തപ്പോൾ. ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരൊറ്റ ആവശ്യം. അതുപോലെ തന്നെ ഇതില് ആ കുട്ടിക്ക് നീതി, ഞങ്ങളുടെ സഹോദരിക്ക് നീതി ലഭിക്കണം. CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ശരി, തീർച്ചയായും. ശ്രീ ഡോക്ടർ ഹമാദ് ബിൻ ഖാലിദും ഡോക്ടർ അഞ്ജലി കൃഷ്ണയും രണ്ടുപേരും നമുക്കറിയാം ഈ പ്രൊഫഷണൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാകുന്ന ആളുകളാണ്. അവർ അവരുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ അരക്ഷിതാവസ്ഥയൊക്കെ നമ്മളെ പ്രേക്ഷകരോട് പങ്കുവെക്കുകയായിരുന്നു. ശ്രീ ജി ദേവരാജൻ, ഇവിടെ നമുക്കറിയാം ബംഗാളിൽ പ്രത്യേകിച്ച് 2011 ശേഷം ഉണ്ടായ നിരവധി സംഭവങ്ങൾ, അതിനു മുൻപും ഒരുപാട് അക്രമ സംഭവങ്ങളുണ്ട്. ഈ 2012 പാർക്ക് സ്ട്രീറ്റ് കൂട്ടബലാത്സംഗ കേസ് രാജ്യത്തിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. 2013 കംതനി കൂട്ടബലാത്സംഗ കേസും ബംഗാളിനെ വല്ലാതെ പിടിച്ചുലച്ചു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത ഭരണകൂട ഭീകരതയാണ്. ഈ പ്രതികൾക്ക് ഒപ്പം ഇരകൾക്കൊപ്പം പ്രതികൾക്കൊപ്പം നിൽക്കുന്നു, ഒപ്പം അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയും സമാനമായി തന്നെ ആദ്യ ദിവസങ്ങളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ 2017 CBI സംസ്ഥാനത്തേക്ക് വരേണ്ട എന്ന് തെട്ടൂരം കൽപ്പിച്ച മമതയ്ക്ക് പോലും CBI അംഗീകരിക്കേണ്ട പശ്ചാത്തലം ഉണ്ടാവുകയാണ്. CBI അന്വേഷണം വേഗത്തിലാക്കണം എന്ന ആവശ്യം ഉയരുന്നു. ഇത്രത്തോളം വലിയൊരു തകർച്ച ബംഗാളിൻ്റെ ക്രമസമാധാന നിലയിൽ ഉണ്ടാക്കിയ സംഭവങ്ങൾ എന്താണ്? അത് ഈ മമത കേവലം ആരോപിക്കുന്നത് പോലെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ബംഗാളിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് മറ്റുള്ളവർ തനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നത് അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ? ഇത്തരം വാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു യുക്തിയുമില്ല. അത് രാഷ്ട്രീയമല്ല അക്കാര്യത്തിൽ. രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ ഒരു 10-14 വർഷക്കാലമായിട്ട് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ അവിടുത്തെ ക്രമസമാധാനത്തെ സംബന്ധിച്ച് വളരെ ഭീതിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ്. വിശേഷിച്ചും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം. എനിക്കൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു പശ്ചിമ ബംഗാളിൽ പോകും, വിശേഷിച്ചും കൽക്കത്തയിലേക്ക് പോകുമ്പോൾ രാത്രി 12 മണിക്ക് ശേഷവും സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മഹാനഗരം തന്നെയാണ് കൽക്കത്ത. പക്ഷെ അവിടെയാണ് ഇപ്രകാരമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അത് നേരത്തെ പറഞ്ഞ കാംധുനി ആയാലും പാർക്ക് സ്ട്രീറ്റ് ആയാലും സന്ദേശ് ഖലി ആയാലും ഒക്കെ. കാരണം ഈ അധികാരം നിങ്ങളെ ദുഷിപ്പിക്കും, കൂടുതൽ അധികാരം നിങ്ങളെ കൂടുതൽ ദുഷിപ്പിക്കും എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാവുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറുകയാണ്. അവിടെ യാതൊരു തരത്തിലും ഒരു വനിതാ മുഖ്യമന്ത്രി, രാജ്യത്തെമ്പാടുമുള്ള മുഖ്യമന്ത്രിമാരെ എടുത്താൽ ആകെയുള്ള ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ശ്രീമതി മമതാ ബാനർജി. പക്ഷെ അവരുടെ ആ രാജ്യത്ത്, സംസ്ഥാനത്ത് തന്നെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന്റെ കാരണങ്ങളൊക്കെ വേറെയാണ്, പക്ഷെ അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഞാനിവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ, അവരുടെ ആ സമരത്തിന് ഞാൻ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 14-ാം തീയതി, ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് മുമ്പിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവിടെ പ്രതിഷേധം നടത്തി. ഞങ്ങളെക്കാൾ 3 ഇരട്ടിയിലധികം പോലീസ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അത്തരത്തില് പൊതുസമൂഹം മൊത്തത്തിൽ ഇപ്പറഞ്ഞ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരുവിലാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധം, അതിന് ബംഗ്ലാദേശ് പ്രതിഷേധത്തോട് തുലനപ്പെടുത്തി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഡോക്ടർ അഞ്ജലിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവിടുത്തെ ആശുപത്രികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാവുന്ന ആളുകളാണ്. ഏറ്റവും മോശമായ ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഡോക്ടർമാരുടെയോ നേഴ്സുമാരുടെയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെയോ വീഴ്ച കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. അതല്ല അവിടുത്തെ കാര്യം. മറിച്ച് അതിന്റെ രാഷ്ട്രീയമായ നേതൃത്വം, ഭരണപരമായ ഈ ആശുപത്രികളെ നിയന്ത്രിക്കുന്ന നേതൃത്വം ഭരണകൂടത്തിന് വിധേയമാവുകയോ അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിക്ക് വിധേയമാവുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു അത്യാഹിത വിഭാഗത്തിൽ ഒരു രോഗിയെ പ്രവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലും ശുപാർശ വേണ്ടുന്ന അവസ്ഥയുണ്ട് അവിടെ. മരുന്നുകൾ കിട്ടാനല്ല. എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് പലർക്കും അവിടെ സർജറിക്ക് പോലും ഡേറ്റുകൾ കൊടുക്കുന്നത്. ഇവിടെ ഈ സമാധാനപൂർണ്ണം ഈ പ്രതിഷേധം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, പ്രതിഷേധം നടത്തി വന്നിരുന്ന ഈ ഡോക്ടർമാർ, അവരുമായി ബന്ധപ്പെട്ടവർ, നാട്ടുകാർ, നമുക്കറിയാം അവിടെ രാഷ്ട്രീയ മുഖച്ഛായ ഇല്ലാത്ത പ്രക്ഷോഭമായിരുന്നു, പ്രതിഷേധമായിരുന്നു അവിടെ. കാരണം ഈ സംഭവം കേട്ടറിഞ്ഞ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് പ്രതിഷേധത്തിൽ ഡോക്ടർമാർക്കൊപ്പം ചേർന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് നേരെ അക്രമം നടത്തുകയാണ്. ഇത് ഈ തൃണമൂലിൻ്റെ ബന്ധമുള്ള ആളുകൾ, ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് തന്നെയാണ്. ഒപ്പം വനിതാ കമ്മീഷൻ്റെ ഗൗരവതരമായ ഒരു കണ്ടെത്തലുണ്ട്. അതായത് ഈ കൊലപാതകം നടന്ന ശേഷവും ഈ ആശുപത്രിയിലെ മുറിക്കുള്ളിൽ നടന്ന സ്ഥലത്തിന് സമീപം അറ്റകുറ്റപ്പണി നടത്തുകയാണ്, തെളിവ് നശിപ്പിക്കാൻ. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ വളരെ പ്രത്യക്ഷമായി ഇവർക്ക് പിന്തുണ നൽകുക, ഈ കേസ് ഇങ്ങനെയൊന്നുമല്ല, അതിന് ഗൗരവ സ്വഭാവമില്ല എന്ന് വരുത്തി തീർക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്തികളാണ് ഈ കൂട്ടർ അവിടെ നടത്തി വരുന്നത്?
നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അത് ആദ്യം നമ്മൾ അറിയേണ്ടുന്നത്, ഈ യുവ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഈ ഡോക്ടറുടെ പിതാവിനോട് പറഞ്ഞത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇത് ആരാണ് പറഞ്ഞത്? ഈ കൊല ചെയ്യപ്പെട്ട ഈ മൃതശരീരം കണ്ടതിന് ശേഷമാണല്ലോ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. ആ മൃതശരീരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആരാണ് ബോധപൂർവം ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തുവാൻ ശ്രമിച്ചത്? ഒന്നാമത്തെ കുഴപ്പം അവിടെ തുടങ്ങുന്നു. രണ്ട്, ഈ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ ഈ വിവരം അറിഞ്ഞ് പാഞ്ഞ് ആശുപത്രിയിൽ എത്തിയ ശേഷം, സംഭവം നടക്കുന്നത് 4 മണി 5 മണിക്കാണ് രാവിലെ, ഇവരെ അറിയിക്കുന്ന 7 മണി 8 മണിക്ക് ഇവരെ അറിയിക്കുന്നുണ്ട്. ഇവരവിടെ എത്തിയതിനു ശേഷം ഈ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ ശരീരം കാണിച്ചില്ല, ശരീരം കാണിച്ചില്ല. കാണിച്ചത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അത്രയും നേരം ഇവർ എന്ത് ചെയ്യുകയായിരുന്നു? തെളിവ് നശിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം അവിടെ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ ആ 2ാം നില സെമിനാർ ഹാൾ ഈ ഡോക്ടർ കിടന്നുറങ്ങിയത്. അത് തന്നെ നിങ്ങൾ ആലോചിക്കൂ, ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടർക്ക് അത് ഒന്ന് വിശ്രമിക്കുവാൻ ഒരു സംവിധാനമില്ലാത്ത ഒരു ആശുപത്രി, ഒരു മെഡിക്കൽ കോളേജ്, അവിടെ സെമിനാർ ഹാളിന്റെ ഒരു മൂലയ്ക്ക് പോയി ഈ പാവം ഡോക്ടർ കിടന്നുറങ്ങുകയാണ്. അവിടെയാണ് CCTV ഉള്ള ഈ സ്ഥലത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ആ സെമിനാർ ഹാൾ ഉൾപ്പെടെയുള്ള ഫ്ലോറ് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ഇടിച്ചു പൊളിക്കുകയാണ് അടുത്ത ദിവസം. അതിന് പിന്നീട് പറഞ്ഞ ന്യായീകരണം എന്താണ്? ഇടിച്ചു പൊളിക്കാൻ, റിനോവേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ആളുകൾ ഫ്ലോറ് മാറി ഇടിച്ചു പൊളിക്കുകയായിരുന്നു. ഈ ഫ്ലോർ അല്ല അവരോട് പറഞ്ഞത് പൊളിക്കാൻ, അതിന് മുകളിലുള്ള ഫ്ലോറിലാണ് റിനോവേഷൻ പറഞ്ഞത്. പക്ഷെ അവർ തെറ്റി ഇവിടെ വന്ന് പൊളിക്കാൻ തുടങ്ങി. എപ്പോഴാണ് നടക്കുന്നത്? പുറത്ത് പ്രതിഷേധം നടക്കുകയാണ്, വ്യാപകമായ പ്രതിഷേധം നടക്കുന്നു. അപ്പോഴാണ് ഈ സംഭവം അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ, ഈ പിടികൂടിയിട്ടുള്ള ഒരാളൊന്നും അല്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഈ കുറ്റവാളികളെ മുഴുവൻ രക്ഷപ്പെടുത്തുവാൻ, തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. കോടതി ഇടപെട്ടിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഒരു കുറച്ചെങ്കിലും ഒരു കുറ്റബോധമുള്ള ഒരു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി ചോദിച്ചത്. CBIക്ക് കേസ് വിട്ടുകൊടുത്തുകൊണ്ടും പിന്നീട് വന്നിട്ടുള്ള ഹർജികളിലും ഒക്കെ തന്നെ കോടതി പറഞ്ഞിട്ടുള്ള വാക്കുകൾ അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മറച്ചു വെക്കുവാൻ, ഇതിലെ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുവാൻ ഒരു ശ്രമം നടക്കുന്നു. അങ്ങനെ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഒരു ഗവൺമെന്റ് തന്നെ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് സുരക്ഷിതത്വമാണ് ഈ നമ്മുടെ ഈ ഡോക്ടർമാര് പ്രതീക്ഷിക്കുക ഒരു ഗവൺമെന്റിൽ നിന്ന്? അതുകൊണ്ട് തന്നെ അവർ നടത്തുന്ന സമരം ന്യായീകരിക്കാൻ കഴിയുന്നതാണ്. അവരാവശ്യപ്പെടുന്നത് സുരക്ഷിതത്വമാണ്. നമ്മുടെ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പുതിയ പുതിയ വാർത്തകൾ വരുന്നത് കാരണം ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ കുറിച്ച് കൊടുക്കുന്ന മരുന്ന് തന്നെ വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതാണോ എന്ന് ചോദിച്ച് ഡോക്ടറോട് തട്ടിക്കയറുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം ഈ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ഉറപ്പുവരുത്തേണ്ടുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് ഈ RGKR മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, വ്യാപകമായി ഇന്ത്യയിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ നിയമം ഇക്കാര്യത്തിൽ ഇവർക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടുന്ന ഒരു ദേശീയ നിയമം എന്നുള്ള ആവശ്യം യുക്തിസഹമാണ്, അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ നമ്മൾ പശ്ചിമ ബംഗാളിൽ പുതിയൊരു കാര്യം കൂടി കണ്ടു രഞ്ജിത്ത്. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് എന്റെ വാദം അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടി നടന്നു. അതെന്താണ്? അത് ഈ കേസ് CBIക്ക് വിട്ടതിന് ശേഷം ഇന്നലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെ റാലി നടത്തിയിരിക്കുകയാണ്, കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആരെ പറ്റിക്കാനാണ്? ആരെ പരിഹസിക്കാനാണ് ഇത് ചെയ്യുന്നത്? അതേസമയം സമരം ചെയ്യുന്നവരുടെ സമരപ്പന്തൽ അടിച്ചു പൊളിക്കുക, അതിന്റെ പേരിൽ ആശുപത്രിയിലെ OP വിഭാഗം അടിച്ചു പൊളിക്കുക, എന്നിട്ട് സമരക്കാരാണ് ഇത് ചെയ്തതെന്ന് വരുത്താൻ ശ്രമിക്കുക, എന്നിട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ തടിച്ചുകൂടുന്ന 10,000ങ്ങളുടെ ചിത്രങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മളെ പോലെയുള്ള ചാനലുകളൊക്കെ വരുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ഇതൊക്കെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖാന്തരം കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആൾക്കൂട്ടവും പ്രതിഷേധങ്ങളുടെ ചിത്രങ്ങളുമാണെന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ, തെരുവിലിറങ്ങിയ ജനങ്ങളെ ഈ പന്തവും പിടിച്ച് അല്ലെങ്കിൽ മെഴുകുതിരിയും പിടിച്ച് പ്ലക്കാർഡും പിടിച്ച് പ്രതിഷേധം ഉയർത്തുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പരിഹസിക്കുക കൂടി ചെയ്യുകയാണ്. അതാണ് ഈ സമരം പിന്നെയും ആളിക്കത്തുന്നതിന് കാരണമായി. തീർച്ചയായും ശ്രീ ഷൈബു മഠത്തിൽ, ഇവിടെ നമ്മൾ നിർഭയ പ്രക്ഷോഭം നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദന. നിർഭയയ്ക്ക് സംഭവിച്ചത്, അന്ന് ഡൽഹി ഭരിച്ചത് ഷീലാ ദീക്ഷിതാണ്, വനിതാ മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം ഈ പ്രക്ഷോഭം വലിയതോതിൽ ആളിപ്പടർന്നു. പിന്നീട് ഷീലാ ദീക്ഷിത്തിനെ നമ്മൾ ആ പദത്തിൽ, ഒരു അധികാര സ്ഥാനത്ത്, മുഖ്യമന്ത്രി പദത്തിൽ പിന്നീട് കണ്ടിട്ടില്ല. മമത എത്ര വർഷമായി അവിടുത്തെ കിരീടം വെക്കാത്ത രാജകുമാരിയായി അവിടെ ഭരിക്കുന്നു. പക്ഷേ അക്രമ സംഭവങ്ങൾക്കോ ഈ ക്രമസമാധാന രംഗത്തെ പ്രശ്നങ്ങൾക്കോ ഒന്നും ബംഗാളിൽ ഒരു കുറവുമില്ല. ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിപ്പോൾ CPM ഭരിച്ചാലും അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മമതാ ബാനർജി ഭരിച്ചാലും ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. അവിടെയാണ് ഈ
മമതാ ബാനർജിയെ പോലൊരാൾക്ക് നേരത്തെ തള്ളിപ്പറഞ്ഞ പല കാര്യങ്ങളും അംഗീകരിക്കേണ്ടി വരുന്നു. അവരുടെ തെറ്റ് അവർക്ക് വൈകിയെങ്കിലും മനസ്സിലാക്കേണ്ട പശ്ചാത്തലം വരുന്നു, പ്രതിരോധത്തിലാകുന്നു. ഇവിടെ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത് വൈകിയാണ്. നമുക്കറിയാം, അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അവരെ ഈ പറഞ്ഞതുപോലെ ഒരു പരിധിവരെ അവർക്കെതിരെ സംസാരിക്കാൻ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാത്ത പശ്ചാത്തലമുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാലും ഇപ്പോൾ 2 ഡോക്ടർമാർ നമ്മളോട് വന്ന് പറഞ്ഞ കാര്യമുണ്ട്. സമൂഹത്തിൻ്റെ മുന്നിൽ, മനസാക്ഷിക്ക് മുന്നിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ സംരക്ഷിക്കണം. ഈ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അവരുടെ സുരക്ഷിതത്വം. അവരുടെ മാത്രമല്ല, സ്ത്രീ സുരക്ഷിതത്വം എന്നുള്ളത്. പിന്നീട് ഇതൊക്കെ മറക്കുന്നു. സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ, വലിയ ചർച്ചയാകുമ്പോൾ മാത്രം വീണ്ടും പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും ഉണ്ടാകുന്നു. ഭരണകൂടം ഒന്ന് കണ്ണു തുറക്കുന്നു, വീണ്ടും ആ കണ്ണുകൾ അടയുന്നു. അതല്ലേ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കൂ രഞ്ജിത്ത്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2012 നിർഭയ സംഭവം അത് ഇന്ത്യയിലെ രാഷ്ട്രീയമായി തന്നെ പൊളിറ്റിക്കലായി ഒരുപക്ഷെ അന്നത്തെ UPA സർക്കാരിൻ്റെ പതനത്തിലേക്ക് വരെ നയിച്ച കാരണങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. അതുപോലെ ആം ആദ്മി പാർട്ടി സർക്കാർ വരാനും കാരണമായി ഡൽഹിയിൽ. അതുകൂടാതെ പൊളിറ്റിക്കലായി മാത്രമല്ല, ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളിൽ വലിയ തോതിലുള്ള അമെൻമെൻറ്റ് വരുത്താൻ, ഈ റേപ്പ് കേസിലുള്ള ശിക്ഷ കടുപ്പിക്കാനും, പിന്നീട് ആ നിർഭയ കേസിൽ ഒരു മൈനർ ഉൾപ്പെട്ടിരുന്നു. മൈനറിൻ്റെ വിഷയത്തിൽ പിന്നെ ഒരു 2 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു അമെൻമെൻ്റ് ഉണ്ടായി. അങ്ങനെയുള്ള അമെൻമെൻറ്റുകൾ വരാൻ കാരണമായി ആ സംഭവം. അതുപോലെ തന്നെ അതിന് സമാനമായി ഈ സംഭവത്തിലും, കൊൽക്കത്തയിലെ ഈ സംഭവം പുതിയ നിയമനിർമ്മാണം ഉണ്ടാവാൻ കാരണമാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഡോക്ടർമാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട് സൂചിപ്പിക്കാൻ. കേരളത്തിലൊക്കെ പൊതുവെ പല ആശുപത്രികളിലും ഈ മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം, ഡോക്ടർമാരിൽ നിന്നുണ്ടാകുന്ന നെഗ്ലിജൻസ് അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ മൂലം രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ പ്രതിഷേധിക്കാറുണ്ട്. അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അത് വേറെയാണ്. നമ്മൾ ഈ സംഭവത്തിനെ തീർത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണണം. തീർച്ചയായും ഡോക്ടർമാരുടെയും മറ്റ് ഹെൽത്ത് വർക്കേഴ്സിൻ്റെയും ആശുപത്രി ജീവനക്കാരുടെയും ഒക്കെ സുരക്ഷിതത്വത്തിന് നിയമനിർമ്മാണം ആവശ്യമാണ്, സംശയമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പക്ഷേ RG കർ ആശുപത്രിയിൽ നടന്ന സംഭവം, അവിടെ ഇനി അഥവാ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ നിയമം ആ കുട്ടിയെ സംരക്ഷിക്കുമോ നമുക്ക് സംശയമാണ്. അവിടെ PG ഡോക്ടറാണ്. അവർ രണ്ടാം വർഷം അവിടെ ട്രെയിനിങ്ങിലാണ്. അവർ രാത്രി നൈറ്റ് ഷിഫ്റ്റിന് ശേഷം 2 മണിക്ക് ജോലി പൂർത്തിയാക്കിയ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വിശ്രമിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ സെമിനാർ ഹാളിൽ വന്ന് വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു. അവിടെ വെച്ചാണ് അവർ ആക്രമിക്കപ്പെട്ടത്. വളരെ പാരമ്പര്യമുള്ള വലിയ ഒരു ആശുപത്രിയാണ്, ഒരു ടീച്ചിങ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ രാത്രി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയായ ഡോക്ടർക്ക് വിശ്രമിക്കാൻ അവിടെ സൗകര്യമില്ലാത്ത സ്ഥിതി ഉണ്ടാവുക. ഈ കാര്യങ്ങൾക്ക് സത്യത്തിലൊരു ഈ ഡോക്ടർമാരുടെക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു നിയമത്തിനപ്പുറം സംസ്ഥാന തലത്തിൽ ഇക്കാര്യത്തിൽ റൂൾസ് ഉണ്ടാവേണ്ടതുണ്ട്. ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷന് മേലെ സംസ്ഥാന സർക്കാരിന് അധികാരങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളിൽ വലിയ വീഴ്ച ആ ആശുപത്രിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം, ഈ ക്രൈം നടന്നതിന് ശേഷം പിന്നീട് ഉണ്ടായത് പോലീസും അവിടുത്തെ സംസ്ഥാന സർക്കാരും അത് മാനേജ് ചെയ്തതിലെ പ്രശ്നമാണ്. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ താമസിക്കുന്നു. പോലീസ് പ്രതികളെ ഇതുവരെ ആകെ ഒരു പ്രതിയാണ് അറസ്റ്റ് ചെയ്തത്. അതിന് ശേഷം നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും മറ്റും ഡീറ്റെയിൽസ് വരുന്നു. ഒന്നിലധികം പേര് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ തക്കവണ്ണം നമ്മൾ എവിഡൻസസ് വരുന്നു. അപ്പോൾ പിന്നീടാണ് CBIക്ക് കൈമാറുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തെളിവ് നശിപ്പിക്കാൻ ശ്രമമുണ്ടായി എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അപ്പം പിന്നെ അവിടെ ഈ ആശുപത്രിയുടെ മേധാവിയെ മാറ്റുന്നു, ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നു. അതിനുശേഷം അയാൾക്ക് മറ്റൊരു സ്ഥലത്ത് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന്, ആശുപത്രിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ മേലെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് ഇതിനപ്പുറം എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പ്രതികളെ പിടികൂടിയിട്ടില്ല. ഇപ്പോൾ 20 പേരെയോ മറ്റും CBI ബുക്ക് ചെയ്തിട്ടുണ്ട്, പ്രതി ചേർത്തിട്ടുണ്ടോ എന്ന് പറയപ്പെടുന്നു. പക്ഷേ നമ്മൾ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നാളെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ആവർത്തിക്കാമെന്ന്. ബംഗാളിൽ മാത്രമല്ല, ബംഗാളിൽ ഒരു പ്രശ്നമുണ്ട്. താങ്കളും ശ്രീ ദേവരാജനൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം ശരി തന്നെയാണ്. കാരണം ബംഗാള് ദീർഘകാലം CPM ഭരിച്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ഒരു നാടാണ്. അവിടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ സംഗതി, സർക്കാരുകൾക്കുള്ള അക്കൗണ്ടബിലിറ്റി വളരെ കുറവായ ഒരു സ്ഥലമാണ്. ഇപ്പം മമതാ ബാനർജിയുടെ കീഴിലും ഏതാണ്ട് ആ കേഡർ തരത്തിലുള്ള പാർട്ടി ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പം അത് അവിടുത്തെ ഒരു സവിശേഷ പ്രശ്നം. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, മലയാളികൾ ഒരുപാട് പേർ ഡോക്ടർമാരായി പല സംസ്ഥാനങ്ങളിലും വിദേശത്തും ജോലി ചെയ്യുന്നുണ്ട്. അതിലും എത്രയോ ഇരട്ടി ആളുകൾ നഴ്സുമാരായി കൽക്കട്ടയിൽ ഉൾപ്പെടെ, അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ബ്രിട്ടനിലൊക്കെ എത്ര ഡോക്ടർമാരും എത്ര നഴ്സുമാരുമാണ് കുടിയേറുന്നത്. നമ്മളെ ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ടത് നമ്മളെ കൂടിയാണ്, മലയാളികളെയാണ്. അപ്പോൾ
ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചാൽ സർക്കാരുകൾ അതിന് എന്ത് പ്രാധാന്യം കൊടുക്കും, എങ്ങനെ കൈകാര്യം ചെയ്യും? സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇനി നീതി ലഭിക്കുക സാധ്യമല്ല. പിന്നെ ഇനി ഉള്ളത് നമുക്ക് ചെയ്യാനുള്ളത് സമൂഹം എന്നുള്ള നിലയ്ക്ക് പെനാൽറ്റിയാണ്, പ്രതികാരമാണ്. പക്ഷേ ഇനി ഒരാൾക്കും ഇതുപോലെ സംഭവിക്കരുതെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഹോസ്പിറ്റലുകളുടെ അഡ്മിനിസ്ട്രേഷനിലും ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാരുടെ കാര്യത്തിലും എന്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമ്മുടെ സിസ്റ്റമിക്കായ മാറ്റങ്ങളിലൂടെ, സിസ്റ്റത്തിലൂടെ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി ഇക്കാര്യത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സ്റ്റെപ്പാണ്. പക്ഷേ ഇത് ആദ്യത്തേതല്ല. നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനു മുമ്പ് ഒരു നിയമനിർമ്മാണത്തിന് ഒരു അറ്റംപ്റ്റ് നടന്നിരുന്നു. അത് പൂർത്തിയായിട്ടില്ല. പിന്നെ അത് ബില്ലായി പാർലമെൻറ്റിൽ എത്തില്ല. ഇതിനു മുമ്പ് കമ്മിറ്റികളുണ്ടായി. നമ്മളീ പറയുന്ന 2012 കേസ് തുടങ്ങി ഉള്ള സംഭവങ്ങൾക്ക് ശേഷം പലവിധ കമ്മിറ്റികളുണ്ടായി. ഞാൻ പറഞ്ഞു മാറ്റങ്ങളൊന്നും വന്നില്ല എന്നല്ല. ക്രിമിനൽ നടപടി ചട്ടങ്ങളിൽ ഉൾപ്പെടെ, ക്രിമിനൽ നിയമങ്ങളിൽ ഉൾപ്പെടെ, ഇന്ത്യൻ പീനൽ കോഡിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇന്നിപ്പോൾ BNS-ലേക്കും ഭാരതീയ ന്യായ സംഹിതയിലേക്കും ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിയമങ്ങൾ ശക്തമായ നിയമങ്ങളാണ്. നമ്മുടെ കേരളത്തിലും അതിശക്തമായ നിയമം ഈ വന്ദനാദാസിന്റെ വിഷയമൊക്കെ ഉണ്ടായ ശേഷവും അതിന് മുൻപും ഒക്കെ ഉണ്ട്. പക്ഷെ നടപ്പിലാക്കേണ്ടവർ ആരാണ് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇവിടെ ബംഗാളിൽ തന്നെ നോക്കൂ, അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുക്കുന്നു. കൂട്ടബലാത്സംഗം എന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടുന്ന സ്ഥലത്ത് ഒരാൾ മാത്രമാണ് പ്രതിയെന്ന് ഭരണകൂടം മുൻവിധിയോടെ സമീപിക്കുന്നു. ഈ ബന്ധുക്കളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇത്തരം സംഭവങ്ങളെ ഒരു ഭരണകൂടത്തിന് എതിരാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അതിപ്പോൾ ഏത് കാലത്തും സംഭവിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളോട് സംസാരിച്ച പ്രധാനപ്പെട്ട 2 ഡോക്ടർമാർ പറഞ്ഞു വെച്ചത്. അഞ്ജലി കൃഷ്ണയും ഹഫാദും അടക്കം പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്ക് നീതി വേണം, ഈ സമൂഹം ബോധ്യപ്പെടണം, ഞങ്ങൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം, ഞങ്ങൾ ഇടപെടുന്ന ആളുകളെക്കുറിച്ച് ബോധ്യം വേണം, ഞങ്ങൾക്കെതിരെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാമെന്ന് അവർ വിളിച്ചു പറയുകയാണ് വീണ്ടും വീണ്ടും. അതെ രഞ്ജിത്ത്, ഇവിടെ ഞാൻ പറഞ്ഞ നിയമം കൊണ്ട് നമുക്ക് തടയാൻ പറ്റുന്നത്, നിയമം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചില മുൻകരുതലുകൾ ഉണ്ടാക്കുക, ആശുപത്രികളിൽ ചില സൗകര്യങ്ങൾ നിഷ്കർഷിക്കുക. ഇപ്പോൾ PG ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, നഴ്സുമാർക്ക്, മറ്റ് സ്റ്റാഫിനൊക്കെ വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടാവണമെന്ന് ഉറപ്പുവരുത്തുക. അവിടെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അവിടെ സന്നദ്ധ പ്രവർത്തകനായിട്ടൊക്കെ വരുന്നയാളാണ്, അവിടുത്തെ സ്റ്റാഫല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം അത്തരം ആളുകളുടെ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യലും രാത്രി കാലങ്ങളിലെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിയമത്തിലൂടെ. നിയമം മാത്രം പോരാ, അത് നിയമം ഓവർസ് ചെയ്ത് അത് എൻഫോഴ്സ് ചെയ്യാൻ, ഇപ്പം സ്വകാര്യ മെഡിക്കൽ കോളേജിലാണെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ സർക്കാരിൻ്റെ സംവിധാനവും സർക്കാരിൻ്റെ ഓവർസീയിങ്ങും കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അതൊരു വശം. മറുവശത്ത് നമ്മുടെ ക്രിമിനൽ നിയമം ശക്തമാണ്. 2012 കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം, മുൻപ് ക്രിമിനൽ നിയമങ്ങളിൽ ഇക്കാര്യത്തിൽ ദൗർബല്യം ഉണ്ടായിരുന്നു. അന്നൊരു വാദം കൂടി ഉണ്ടായിരുന്നു, നമ്മളത് ഓർക്കണം. മുൻപ് ബലാത്സംഗത്തിൻ്റെ ശിക്ഷ വധശിക്ഷയായി മാറ്റിയാൽ വിക്ടിമിനെ ഇല്ലാതാക്കാൻ, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വിക്ടിമിനെ ഇല്ലാതാക്കാൻ കൊലപാതകത്തിലേക്ക് നയിക്കും എന്നൊരു വാദം പോലും വന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പോലും വന്നു. എൻ്റെ പോയിന്റ്, പക്ഷേ അതിനുശേഷം നിയമങ്ങൾ കുറേയേറെ കർശനമാക്കപ്പെട്ടു. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പോരാ. കാരണം നിയമം കാണിച്ച് ഭയപ്പെടുത്തി നമുക്ക് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവരും പിടിച്ച് പൊട്ടൻഷ്യൽ അക്രമികളായ എല്ലാവരും പിടിച്ച് അകത്തിടാനും പറ്റില്ല. പക്ഷേ സിസ്റ്റം കൊണ്ടുവരേണ്ട മുൻകരുതൽ മെഷേഴ്സ് ഉണ്ട്. അത് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ, ഈ ടീച്ചിങ് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം, നിർഭാഗ്യകരമായ സംഭവം സംഭവിച്ച ശേഷം എങ്ങനെയാണ് സിസ്റ്റം അതിനോട് റെസ്പോണ്ട് ചെയ്തത്? വളരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും ഈ പറയുന്ന 2012 നിയമ ഭേദഗതി ബംഗാളിലും ബാധകമാണ്, ഇന്ത്യൻ പീനൽ കോഡിലും വരുത്തിയ മാറ്റമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ആദ്യമേ അതിനൊരു റേപ്പ് കേസായിട്ടോ പോലും അത് FIR ഇടുന്നില്ല? ആ കാര്യത്തിൽ വളരെ കാര്യമായിട്ടുള്ള, സത്യത്തിൽ അതൊരു ഈ സാധാരണ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയല്ല, മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സ്ഥാപനത്തിന്, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അവരുടെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ചിലരെയൊക്കെ സംരക്ഷിക്കാനുള്ള തത്രപ്പാട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സംശയവുമില്ല. അപ്പോൾ അത്തരം ഫോഴ്സസ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ചിലരെയൊക്കെ സംരക്ഷിക്കാനുള്ള ചില താല്പര്യങ്ങളോ ചില പേരുകളോ ഒക്കെ സംരക്ഷിക്കാനുള്ള ചില ഫോഴ്സസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഫോഴ്സസിനെ നമുക്ക് നിയമം കൊണ്ട് മാത്രം നേരിടാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അക്കാര്യത്തിൽ പ്രഷറും റെസിസ്റ്റൻസും ഉണ്ടായി വന്നേ പറ്റുള്ളൂ. അപ്പോൾ നിയമങ്ങളുടെ അപര്യാപ്തത മാത്രമല്ല കൊൽക്കട്ടയിൽ ഉണ്ടായ പ്രശ്നം. അത് കൊൽക്കട്ടയിൽ ഉണ്ടായത് ഒരു സിസ്റ്റമിക് പ്രശ്നമാണ്. അതിന്റെ പരിഹാരം പൊളിറ്റിക്കലായി കൂടി ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഞാൻ. തീർച്ചയായും ഡോക്ടർ അഞ്ജലി കൃഷ്ണ, രാജ്യവ്യാപകമായി
നിങ്ങൾ പ്രക്ഷോഭത്തിലാണ്. ഡോക്ടർമാരുടെ സമരം, വലിയ സമരം. കേരളത്തിലൊക്കെ ഇന്ന് എല്ലാ ജില്ലകളിലും സമരമായിരുന്നു. പ്രക്ഷോഭം, ഈ പറഞ്ഞ പോലെ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണ സമൂഹം നൽകുന്നുണ്ട്. കാരണം അവിടെ ബംഗാളിലായാലും ഒക്കെ തടിച്ചുകൂടി ജനക്കൂട്ടം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ സംഭവത്തിൽ വല്ലാതെ വേദനിച്ച് വന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ആ പിന്തുണ തുടരണം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ബാക്കിയുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക, ഒപ്പം സമൂഹം കൂടി ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നത്. ഇവിടെ ഈ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ വളരെ കൃത്യമായി തന്നെ ലഭിക്കാതെ ഈ പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങൾ തടയാൻ നമുക്കാവില്ല എന്നതും വ്യക്തമാണല്ലോ. ശരിയാണ്. ഒരു എക്സാം എല്ലാ വർഷവും അല്ലെങ്കിൽ എവറി മിനിറ്റ് 1 woman is every 6 minutes 1 woman is raped എന്നാണ് നമ്മുടെ കണക്കൂട്ടൽ വരുന്നത്. ഇന്ന് തന്നെ ഈ കേസ് എടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഉത്തരാഖണ്ഡിൽ ഒരു നഴ്സിംഗ് സ്റ്റാഫ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഷീ വാസ് ബീൻ റേപ്പ്. അപ്പം നമ്മളുടെ രീതിയിൽ വെച്ചാൽ ഞങ്ങളൊക്കെ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു സോഷ്യൽ റെഫർമേഷൻ ആണ്. ഒരു റൂളും ഒരു ലീഗൽ ആക്ട് വന്നതിന് ശേഷവും ആൾക്കാർക്ക് ഇത് അറിയുന്നില്ലെങ്കിൽ there is no point. അപ്പം ആൾക്കാരെ സെൻസിറ്റൈസ് ചെയ്യാനാണ് നമ്മൾ മീഡിയയിൽ കൂടെ നോക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ചെയ്ത ഒരു നിർമ്മാൺ ഭവനിൽ പോയി പ്രൊട്ടസ്റ്റ് ചെയ്തു. ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ എന്താണ് പ്രശ്നം എന്നുണ്ടെങ്കിലും അത് അടക്കി വെക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ പ്രശ്നം എന്ന് വെച്ചാൽ വി ആർ നെവർ ഇൻ ദ മെയിൻ സ്ട്രീം. എപ്പോഴും ഹോസ്പിറ്റലിനുള്ളിലോ പേഷ്യൻസിനെ നോക്കി നിൽക്കുന്ന ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റിനറി ഒന്നും ഞങ്ങൾ ഇതുവരെയും പ്രിപ്പയർഡ് ഒന്നും അല്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനസ്തീഷയാണ്. എനിക്ക് OTയും എന്റെ പേഷ്യൻസ് മാത്രമുള്ള ഒരു ചെറിയ ലോകമാണ്. അതിൽ നിന്ന് വന്ന് പറഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും എല്ലാ പ്രാവശ്യം നിങ്ങൾക്ക് തരാം അല്ലെ കമ്മിറ്റി ഫോം ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് ഇതിപ്പോ ആദ്യമേ ഡൽഹി ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊൽക്കത്ത നടന്ന ഇൻസിഡന്റിന് ഡൽഹിക്കാർ എന്തിനാ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരു ഐസൊലേറ്റ് ഇവന്റ് അല്ലല്ലോ. എല്ലാ പ്രാവശ്യം വരുമ്പം ഇന്ന് ആ സ്റ്റേറ്റ് നടന്നു, ഇന്ന് ഈ സ്റ്റേറ്റ് നടന്നു, ഇന്നൊരു സ്റ്റേറ്റ്. എത്ര പെൺകുട്ടികളാണ് ഇങ്ങനെ റേപ്പ് ചെയ്യുകയും മരണപ്പെടുകയും ചെയ്യേണ്ടത്? നല്ല നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ നമുക്കൊരു ചേഞ്ചസ് വരാതിരുന്നിടത്തോളം കാലം ഇത് അതായത് നമ്മുടെ ആവശ്യങ്ങൾ മുമ്പിലോട്ട് വെക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഒരു സ്ട്രൈക്കിൽ നിന്ന് മാറുക എന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇലക്ടീവ് സർവീസസ് മാത്രം, അമിത് സർ പറഞ്ഞതുപോലെ ഇലക്ടീവ് സർവീസ് മാത്രമേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ. ഇല്ല, എമർജൻസി വരുന്ന ഒരു പേഷ്യൻസും ഞങ്ങൾ നോക്കാതിരിക്കുന്നില്ല. 24 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യം പോലും ഒരു പേഷ്യന്റ് വേണ്ട എന്നോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഇരട്ടി സർവീസ് കൊടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്ലാതെ ആരുടെയും ഒരു പേഷ്യന്റിന്റെയും ഞങ്ങൾ ഒരു കോൺഷ്യസ് ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് കോൺഷ്യസ്നെസ് ആണ്. ഒരു പേഷ്യന്റിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം എന്നുള്ളത് ഞങ്ങൾ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് MBBS കഴിഞ്ഞ 5ാം വർഷം പൂർത്തിയാക്കുമ്പോൾ ഹിപ്പോക്രറ്റിക് ഓത്ത് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. അതായത് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു മനുഷ്യന് ഒരു രീതിയിലും ഒരു ഹാം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ബേസിക് റൈറ്റ് ആണ് എല്ലാവരുടെയും ഒരു സേഫ്റ്റി എന്നുള്ളത്. ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജോലി ചെയ്യും? ഇപ്പോഴത്തെ ഇങ്ങനെ കേസിൽ അടിയും പിടിയും ഉള്ളത് കൊണ്ട് ആർക്കും അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ഷൻ ആക്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ പബ്ലിക്കിൽ സെൻസിറ്റൈസ് ചെയ്യുമ്പോൾ കുറേ കൂടെ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ വരുന്നത്. അതാണ് ഞങ്ങൾ RD, അതായത് റെസിഡന്റ് ഗ്രൂപ്പ് അസോസിയേഷനും ഡൽഹിയിലെ എൻറ്റയർ കോളേജസും ബാക്കിയുള്ള ഫുൾ ഇന്ത്യൻ അതർ ഹോസ്പിറ്റൽസും ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ശ്രീ ഹമാദ് ബിൻ ഖാലിദ് അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ സമരം നിങ്ങൾ എല്ലാ തോതിലും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴും ഈ CBI അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. സർക്കാർ ഒരു പരിധിവരെ CBI പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നും തൂക്കിക്കൊല്ലണം എന്നും വെടിവെച്ച് കൊല്ലണമെന്നൊക്കെയുള്ള പ്രസ്താവനകൾ മമതാ ബാനർജിയുടെയും അനന്തരവൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പശ്ചാത്തലം വരുന്നുണ്ട്. ഈ പ്രഷറിൻ്റെ പേരിലെങ്കിലും അപ്പോൾ ഇത് തുടരണം. സമ്മർദ്ദം സർക്കാരിനുണ്ടാവണം. നിങ്ങളുടെ പ്രക്ഷോഭ മാത്രത്തിൽ, നിങ്ങളുടെ പ്രതിഷേധ മാത്രത്തിൽ രേഖപ്പെടുത്തണം. നിങ്ങളും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിലപ്പെട്ട ആളുകളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതിയിൽ ആർജവത്തോടെ മുന്നോട്ട് പോവുകയും വേണം, അല്ലേ? തീർച്ചയായും കണ്ടുവരുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിർമ്മാൺ ഭവനിൽ ആരോഗ്യ മന്ത്രാലയം ആസ്ഥാനത്ത് പോയിട്ട് ഞങ്ങൾ പ്രക്ഷോഭം നടത്തുകയും 3000-ഓളം വരുന്ന ഡോക്ടർമാർ, റെസിഡന്റ് ഡോക്ടർമാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, ഡൽഹിയിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യുന്ന സാഹചര്യത്തിലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റിയിട്ടില്ല. കേവലം ഞാൻ കുറച്ച് കാണിക്കുന്നതല്ല, ബ്യൂറോക്രാറ്റ്സുമായിട്ട് ചർച്ച ചെയ്യാനാണ് 3 റൗണ്ട് ചർച്ചകളും ഞങ്ങൾ ബ്യൂറോക്രാറ്റ്സുമായിട്ട് മാത്രമാണ് ചർച്ച ചെയ്യാൻ പറ്റിയത്. അപ്പോ ഇതിനെ ഞാൻ ഒരു തരത്തിലും പൊളിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഇതിലെ രാഷ്ട്രീയം മറക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. എന്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക്
പൊളിറ്റിക്കലി സംസാരിക്കാൻ എനിക്ക് പരിമിതികളുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അതിന്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. എന്നിരുന്നാൽ കൂടെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഡോക്ടർമാർ എന്ന് പറയുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 75,000 മെഡിക്കൽ സീറ്റുകൾ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ടായി. വളരെ നല്ല കാര്യമാണ്, വെൽക്കമിങ്, ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി എടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കൂടെ ആ സമയത്ത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യം. കാരണം ഞങ്ങൾ ഒരു കാരണവശാലും ഒരു വോട്ട് ബാങ്ക് അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, സ്വയം ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു. അതായത് ഞങ്ങൾ വളരെ ചെറിയ ഒരു പോപ്പുലേഷൻ ആണെന്നുള്ളതും ഒരുപക്ഷെ അതായിരിക്കാം കാരണം ഞങ്ങളെ കേൾക്കുന്നില്ല എന്നുള്ള, അധികാരികൾ കേൾക്കാത്തതിന്റെ ഒരു കാരണം അതായിരിക്കാം ഒരു പക്ഷേ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക എന്നുള്ളത്. നേരത്തെ ഷൈബു മടത്തിൽ സർ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് പറയാന്നുണ്ടെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇതുമായിട്ട് കൂട്ടി വായിക്കരുത് എന്നുള്ളത് ശരിയാണ്. അതിനകത്ത് ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത, അതുപോലെ ഭാരതീയ ന്യായ സാഗരിക് സുരക്ഷാ സംഹിത ഒക്കെ വന്നതിലും വളരെ ശക്തമായ നിയമനിർമ്മാണം അതിനകത്ത് ഉണ്ടായെങ്കിൽ പോലെ നമ്മുടെ ഡോക്ടർമാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്ത ഒരു MP ഡോക്ടർ ശശി തരൂരായിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പോലും അദ്ദേഹം JP നഡ്ഡ സാറിനോട്, ഹെൽത്ത് മിനിസ്റ്ററിനടുത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത്. പക്ഷേ നിയമനിർമ്മാണത്തിലും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഈ BNSS-ലും BNS-ലും വന്നിട്ടില്ല എന്നുള്ളത് ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും, മെഡിക്കൽ നെഗ്ലിജൻസിന് വളരെ പവർഫുൾ ആയിട്ടുള്ള നിയമനിർമ്മാണം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മുൻപ് നിലവിലുണ്ടായിരുന്ന കാര്യത്തിനേക്കാൾ ഉപരി ഒരു സ്റ്റെപ്പ് മുന്നോട്ടാണ് പോയിട്ടുള്ളത്. ഇതുപോലെ തന്നെയുള്ള സാഹചര്യം മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷ, ഡോക്ടർ സൈറ പറഞ്ഞു നിർത്തിയെടുത്തുന്ന ഒരു വാക്കുകൂടെ പറയാന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു വർക്ക് പ്ലേസ് വയലൻസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡി സ്റ്റാഫോ അല്ലെങ്കിൽ മെയിൽ സ്റ്റാഫോ അവരുടെ വീട് വിട്ട് ജോലി സ്ഥലത്ത് പോയി ജോലി സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലെത്തുന്ന സാഹചര്യം വരെ വർക്ക് പ്ലേസ് തന്നെയാണ്. അതിന് സുരക്ഷ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോ ഇവിടെ വിക്ടിമിന് ഉണ്ടായിട്ടുള്ള സാഹചര്യം കൊൽക്കത്തയിൽ ഒരു ലേഡി ഡോക്ടർക്കാണ്. ആ സാഹചര്യം ആർക്കും സംഭവിക്കാം. അത് നമ്മൾ ഒരു ലേഡി ഡോക്ടർ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാത്രം ചുരുങ്ങി കാണുമ്പോഴാണ് പ്രശ്നമുള്ളത്. അവരുടെ ജോലി സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ആ ജോലി ആർക്കും ഏത് സാഹചര്യത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നമ്മുടെ സൊസൈറ്റി കാണേണ്ടതും അത് തന്നെയാണ്. നിയമനിർമ്മാണം നടത്തുമ്പോൾ നമ്മൾ കാണേണ്ടതും ഡോക്ടർമാരുടെ നിയമം, ഡോക്ടർമാരുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റിഗ്മ അത് പോയി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം വീട്ടിലും എല്ലാവരും ഒരു ഹെൽത്ത് കെയർ വർക്കർ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദേവരാജൻ സാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അർദ്ധരാത്രികളിലും ഒരു ഒപ്പീനിയൻ ചോദിച്ചു വാട്സാപ്പ് മെസ്സേജുകൾ വരാറുണ്ട്. ഞങ്ങൾ ആരെയും ഇപ്പോഴും ഇന്നിപ്പോ സ്ട്രൈക്ക് നടക്കുമ്പോഴും നമുക്ക് നിരവധി മെസ്സേജുകൾ പലപ്പോഴും സെക്കൻഡ് ഒപ്പീനിയൻസും അല്ലാതെയും റിസൾട്ടുകൾ അയച്ചു തരും. ഞങ്ങൾ ആരുടെടുത്തെങ്കിലും തടസ്സം പറയാറുണ്ടോ? ഈ സമൂഹം നമ്മുടെ ഒപ്പം നിൽക്കണം എന്നുള്ള വളരെ അത്യധികം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ ആയിട്ടല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. പൊതുജനം മനസ്സിലാക്കും, ഞങ്ങളെ കൂടെ ഉണ്ടാവും, അധികാരികൾ കണ്ണു തുറക്കും. അതുപോലെ നീതിന്യായ വ്യവസ്ഥ, മുൻപ് കേരളത്തിലെ ഇപ്പോ ബംഗാളിലും അത് തന്നെ ഉണ്ടായിരുന്നത്. നീതിന്യായ വ്യവസ്ഥ കോർട്ട് തന്നെയാണ്, ഹൈക്കോർട്ട് തന്നെയാണ് ഇടപെട്ടിട്ട് CBIക്ക് കൊടുക്കുകയും നിരവധി കമന്റ്സ് പറയുകയും ചെയ്തത്. അവിടുത്തെ പ്രിൻസിപ്പലിനെ മാറ്റണം, അതുപോലെ തന്നെ ലോങ് ലീവിന്റെയും സസ്പെൻഷന്റെയും കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കോടതി തന്നെയാണ്. ഞങ്ങൾക്ക് ശക്തമായ വിശ്വാസമുണ്ട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇലക്ടഡ് ലെജിസ്ലേച്ചേഴ്സിലും മുന്നോട്ട് വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രതീക്ഷ. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ G. ദേവരാജൻ, ഇവിടെ നമുക്ക് ഈ ഭരണകൂടങ്ങൾ ഇവരോട് ഇപ്പോൾ ഇവിടെ തന്നെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവരോടൊരു ബാധ്യതയുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഈ ഒരു സംസ്ഥാനത്ത് അവരുടെ ഭരണത്തിന് കീഴിൽ ഇത്തരം വലിയൊരു ക്രൂരകൃത്യം നടക്കുമ്പോൾ, ഡൽഹിയിൽ സംഭവിച്ചതുപോലെ ഇപ്പോൾ ബംഗാളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ വലിയ തെറ്റുകൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ 5 ദിവസം, ആദ്യം വിലപ്പെട്ട 5 ദിവസങ്ങളാണ് ഈ സർക്കാർ നഷ്ടപ്പെടുത്തിയത്. അവിടെ അന്വേഷണം ആദ്യം ഉണ്ടാകുന്നില്ല, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ഭരണാധികാരികൾ എന്തുകൊണ്ട് ഈ പ്രതികൾക്കൊപ്പം നിൽക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടല്ലോ. അല്ലെങ്കിൽ കുറ്റക്കാർക്കൊപ്പം അവരെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നു? ഒരു പക്ഷേ അവർ അധികാരം സംരക്ഷിക്കാൻ അവർക്കൊപ്പം നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആവാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്കും മാറ്റം വരണം. അതിപ്പോൾ ആർക്കെതിരെ അക്രമം ഉണ്ടായാലും, ഇവിടെ ഒരു വനിതയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്, കൊല്ലപ്പെട്ടിരിക്കുന്നത് വല്ലാത്ത തോതിൽ. അത്തരം സാഹചര്യങ്ങൾക്ക് മാറ്റം വരണം. ഈ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം. ആ ആവശ്യമാണ് ഡോക്ടർമാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇരകൾ എന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്നത് പലപ്പോഴും. പക്ഷെ അതൊന്നും സംഭവിക്കുന്നത് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അല്ല, അതിനകത്ത് ആർക്കും തർക്കമുള്ള കാര്യങ്ങളല്ല. കാരണം പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ്, വിശേഷിച്ചും ഇപ്പോഴത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ്, ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി തന്നെയാണ്.
സ്വാഭാവികമായിട്ടും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജിക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവർ തന്നെയാണ് ഇക്കാര്യത്തിൽ തുടക്കം മുതലേ വിരുദ്ധ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. വിശേഷിച്ചും ആദ്യം ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇത് ആത്മഹത്യയാണെന്ന് പറയുക, പിന്നീട് ഇതിനെ പോലീസ് പ്രതിയെ തൊട്ടടുത്ത നിമിഷം തന്നെ പിടികൂടിയല്ലോ, പോലീസിന്റെ മുറയിൽ ഉയർന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക, ഇതിനിപ്പോൾ CBI വിളിക്കേണ്ട കാര്യം എന്താണ് എന്ന് പരസ്യമായി ചോദിക്കുക, പിന്നീട് പരസ്യമായി യോഗം നടത്തിയിട്ട് ഈ മാതാപിതാക്കളോടെന്ന രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. അത് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ മുറിവില് ഉപ്പ് പുരട്ടുക എന്നൊക്കെ പറയുന്നതിന് സമാനമായ സംഭവമാണ്. അതായത് ഏതായാലും ആ കുട്ടി മരിച്ചല്ലോ, നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാം എന്നൊരു മുഖ്യമന്ത്രി പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന എന്താ, ആരെയൊക്കെയോ രക്ഷപ്പെടുത്തുവാൻ ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയും കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇത് ഒരാൾ ചെയ്ത കുറ്റകൃത്യമല്ല എന്നുള്ളത് പ്രിമാ ഫൈസി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്ന റിപ്പോർട്ട് കണ്ടാൽ ആർക്കും മനസ്സിലാവുന്നതാണ്. 2, ഈ കുട്ടിയുടെ മൃതശരീരത്തിന്റെയും ഫോട്ടോകൾ പല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ടും ഇതിനകത്ത് ഈ പറഞ്ഞ പഴയ വാദത്തിൽ തന്നെ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയും സമരക്കാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പൊ വീണ്ടും വീണ്ടും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ബംഗാളില് മിക്കവാറും സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും. പശ്ചിമ ബംഗാളിൽ നിന്ന്, വിശേഷിച്ചും കൊൽക്കത്തയിൽ നിന്ന്, ഹൗറയിൽ നിന്ന്, അല്ലെങ്കിൽ സാന്ത്രാഗച്ചിയിൽ നിന്ന്, ഷാലിമാറിൽ നിന്ന് ഒക്കെ നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന ട്രെയിനുകൾ, ആ ട്രെയിനുകളില് 70% യാത്രക്കാരും രോഗികൾ. അവർ മെച്ചപ്പെട്ട ചികിത്സ തേടി തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. ഒന്നുകിൽ ചെന്നൈ, അല്ലെങ്കിൽ ഹൈദരാബാദ്, അല്ലെങ്കിൽ ബാംഗ്ലൂര്, ആ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. കാരണം അത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലേക്ക് അവിടുത്തെ ആരോഗ്യ മേഖല തകർന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. സംശയമുള്ളവർക്ക് നിങ്ങൾ ആ ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്യുന്നവരോട് തന്നെ ചോദിച്ചു നോക്കിക്കോളൂ. ഒന്നുകിൽ കണ്ണിന്റെ അസുഖത്തിന് പോലും, ഒരു കണ്ണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവർ നേരെ മധുരയിലേക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കോ ദിശ നേത്രാലയത്തിലേക്കോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നേരെ ഹൈദരാബാദിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ പോവുകയാണ്. അപ്പൊ ഇത് അവിടുത്തെ ഏറ്റവും ഗുരുതരമായ ആരോഗ്യ രംഗത്തെ വീഴ്ചയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. 2, പല മെഡിക്കൽ കോളേജുകളിലും, നേരത്തെ ഡോക്ടർമാരോട് പറഞ്ഞ പോലെ പല മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിനും മരുന്നില്ല. 2, അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു മാഫിയ നിയന്ത്രണത്തിലാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കേൾക്കാൻ കഴിയുമോ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗിയുടെ വീട്ടുകാർക്ക് അവിടെ കൂട്ടിരിപ്പുകാരായി ഇരിക്കാൻ കഴിയില്ല. പകരം അവിടെ തന്നെ ഉള്ള ഒരു ഗ്യാങ് നിശ്ചയിക്കുന്ന ഒരു ആയമാരുടെ സംവിധാനം, ആ രോഗിയെ സഹായിക്കുവാൻ, പരിചരിക്കുവാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു ആയയെ നിങ്ങൾ നിയമിക്കണം. രോഗിയുടെ വീട്ടുകാർ ആ ആയയ്ക്കുള്ള പ്രതിഫലം നമ്മൾ കൊടുക്കേണ്ട. അതേസമയം നമ്മുടെ കുടുംബക്കാര്, വീട്ടുകാർക്ക് ഈ രോഗിയെ പരിചരിക്കുവാൻ, കൂട്ടിരിക്കുവാൻ അവകാശമില്ല. ഇത് ഏത് സംസ്ഥാനം നടക്കുന്ന കാര്യം? അവിടെ ചെന്ന് കാണേണ്ടതാണ്. ഞാൻ ഈ മെഡിക്കൽ കോളേജ്, ഈ RGKR മെഡിക്കൽ കോളേജ് മാത്രമല്ല, NRS മെഡിക്കൽ കോളേജ്, SSKM, വിവിധ ജില്ലകളിലെ മെഡിക്കൽ കോളേജ്, ഈ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജ് ഒക്കെ ഞാനിത് കണ്ടതാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാൻ ഇക്കാര്യം മമതാ ബാനർജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അവർക്ക് കത്തെഴുതുകയും ചെയ്തു. മുഖ്യമന്ത്രി കത്തെഴുതി, ചില ഫോട്ടോകൾ സഹിതം. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളിൽ ഞാൻ കണ്ട ചിത്രങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ. കാരണം ഏറ്റവും ആർത്തന്മാരും ഏറ്റവും അത്യാവശ്യം പരിചരണം വേണ്ടുന്നവരുമാണല്ലോ ഈ രോഗികൾ എന്ന് പറയുന്നത്. അവരാണ് ഡോക്ടറെ തേടി എത്തുന്നത് ഒരു ആശ്വാസത്തിന് വേണ്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പരാധീനതകൾ ഒരു സമൂഹത്തിന് തന്നെ ദുഃഖമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മളത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. 2, ഇവരെ പരിചരിക്കുന്ന ഡോക്ടർമാർക്ക്, ഈ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരുടെ ജീവൻ അപകടത്തിലായാൽ ഈ മേഖല തന്നെ തകരില്ലേ? ഈ മേഖലയിൽ വിശ്വാസം നഷ്ടപ്പെടില്ലേ? ഈ മേഖലയിലേക്ക് ആരെങ്കിലും പോവുമോ? ഇത് പിന്നെ സഹായിക്കുന്നത് ആരെയാണ്? സ്വകാര്യ ആശുപത്രികളെയാണ്. സ്വകാര്യ ആശുപത്രികളെയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയെയും സഹായിക്കുന്ന തരത്തിലേക്ക് ചിത്രം മാറും. അപ്പോൾ ആരോഗ്യ മേഖല പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അതൊരു വെൽഫെയർ സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യമാണ്. നമ്മളെ പോലെ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സർക്കാർ ആശുപത്രികളെയും സർക്കാർ സംവിധാനങ്ങളെയും ആശ്രയിക്കേണ്ടുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ സംഭവിച്ചാൽ, അത് പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്താൽ എന്താ നടക്കുക? ഇത് ആലോചിക്കേണ്ടത് ഭരണകൂടമല്ലേ? ആ ഭരണകൂടം തന്നെ ഇപ്രകാരം നടക്കുന്ന കൊള്ളരുതായ്മകൾക്ക് കൂട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ കുറ്റവാളികൾ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുകയോ ചെയ്താൽ സ്വാഭാവികമായി പ്രതിഷേധമുയരും. ആ പ്രതിഷേധമാണ് ഇപ്പോൾ കൽക്കത്തയിൽ നടക്കുന്നത്. ഇതിന് ശേഷവും എത്ര സംഭവങ്ങൾ നടന്നു നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ?
ഒരു നേഴ്സിനെതിരെ സംഭവം നടന്നു, ഡോക്ടർമാരോട് തട്ടിക്കയറുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്ത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹിയിലൊന്നും പല ആശുപത്രികളിലും ഡൽഹിയിലെ ഡോക്ടർമാരൊന്നും സുരക്ഷിതരല്ല. പാവങ്ങളൊക്കെ പേടിച്ച് മരുന്നെഴുതി കൊടുത്ത് രോഗികളെ പറഞ്ഞു വിടുകയാണ്. കാരണം ഗ്യാങ് ആയിട്ടാണ് വരുന്നത്. ഈ RML മെഡിക്കൽ കോളേജ്, റാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിൽ എത്രയോ സംഭവങ്ങൾ അത്യാഹിത വിഭാഗത്തിൽ ഓരോ ദിവസവും നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഇവരാരും തന്നെ സുരക്ഷിതരല്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും വരുന്നവരെ പറഞ്ഞ് ഒഴിവാക്കി എന്തെങ്കിലും കൊടുത്ത് വിടുക എന്ന് പറയുന്നതിലേക്ക് ഇവർ ചുരുങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രതിജ്ഞ എടുത്തതിന് വിപരീതമായും ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. പരിപൂർണമായി ശ്രദ്ധിക്കുവാനോ അവർക്ക് വേണ്ടുന്ന ചികിത്സ നൽകുവാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇതൊരു വലിയ അരാജകത്വത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഭരണകൂടത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇവിടെ മുഖം നോക്കാൻ നടപടി എടുക്കണം, അവിടെ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. ഈ വിഷയത്തില് രാഷ്ട്രീയം കളിക്കാൻ തുടക്കം മുതലേ ശ്രമിച്ചത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. അവർ CPM-നെയും ഇടതുപക്ഷത്തെയും BJP-യും ഒക്കെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതല്ലല്ലോ, അവരാരുമല്ലല്ലോ സമരത്തിന് ആഹ്വാനം ചെയ്തത്, അവരാരുമല്ലല്ലോ ഈ കുറ്റകൃത്യത്തിന്റെ പുറകിലുള്ളത്, അവരാരുമല്ലല്ലോ ജനങ്ങളെ ഇളക്കിയത്. ജനം സ്വമേധയാ രംഗത്ത് വരികയാണ്. തീർച്ചയായും അതാണ് ഷൈബു മഠത്തിൽ അങ്ങനെ ചില സൂചനകൾ കൂടി ഈ സമരം നൽകുന്നുണ്ട്. അങ്ങനെ ചില മുന്നറിയിപ്പുകൾ കൂടി ഭരണകൂടങ്ങൾക്ക് സമരം നൽകുന്നുണ്ട്. ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് രാഷ്ട്രീയ മുഖമില്ല, ആരും പ്രേരിപ്പിച്ചിട്ട് വന്ന ജനക്കൂട്ടമല്ല. ഈ പറഞ്ഞതുപോലെ ബംഗാളിലൊക്കെ വലിയ തോതിൽ കിരീടം വക്കാതെ ഭരിക്കുന്ന മമതാ ബാനർജിക്ക് ഇത്തരം അനുഭവം വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും അത്തരത്തിൽ ചിന്തിക്കണം. തങ്ങളുടെ മൂക്കിന് കീഴിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നീതി ലഭിച്ചില്ലെങ്കിൽ, ആക്രമണമുണ്ടായാൽ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അതിന് നീതി അവർക്ക് ലഭിച്ചില്ലെങ്കിൽ വലിയ മുന്നറിയിപ്പാണ് ഇത്തരം സമരങ്ങൾ നൽകുന്നത്. ജനക്കൂട്ടമെന്ന് പറഞ്ഞാൽ പൗരന്മാർ അവരുടെ എല്ലാ ഉത്തരവാദിത്തോടും കൂടി ഇറങ്ങി സമരരംഗത്തേക്ക് ആരുടെയും പ്രേരണയില്ലാതെ വരുന്നത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് കൂടി പിന്തുണയ്ക്കുന്നവർക്ക് കൂടി മുന്നറിയിപ്പാണ്. നോക്കൂ രഞ്ജിത്ത്, അവിടെ നടന്ന സമരങ്ങളിൽ ഈ ഒരു സമരം അക്രമാസക്തമാവുകയും ആശുപത്രിയിലേക്ക് ആളുകൾ ഇടിച്ചു കയറുകയും കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് രണ്ട് ഭാഗത്തു നിന്നും മമതാ ബാനർജി പറഞ്ഞത് അത് BJP-ക്കാരാണെന്നാണ്. പിന്നെ BJP പറയുന്നു അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളാണ്, അവിടെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതിൻ്റെ റിയാലിറ്റി നമുക്ക് ഇവിടെ ഇരുന്ന് വിലയിരുത്താൻ സാധിക്കില്ല. വാസ്തവത്തിൽ എനിക്കറിയില്ല അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇതുപോലൊരു സംഭവം, ഇതിൻ്റെ ആ സംഭവത്തിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി, നമ്മളതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അത് നമുക്കിപ്പോൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഡീറ്റെയിൽസ് കിട്ടും ഈ കാലമായതുകൊണ്ട്. അപ്പോൾ ഇത് കോൺഫിഡൻഷ്യലായി വെക്കേണ്ട സംഗതിയായിട്ട് കൂടി എന്നാലും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ബ്രൂട്ടാലിറ്റി അത് ഏതൊരു സാധാരണ മനുഷ്യനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഈ ആളുകളിൽ നിന്ന് ഇത്രയും വലിയ ഔട്ട്റേജ് ഉണ്ടാകാനുള്ള കാരണം അതാണ്. 2012 നിർഭയ സംഭവത്തിലും ഇതുപോലെ തന്നെ വളരെ ബ്രൂട്ടലായിട്ട് അതിഭീകരമായി എങ്ങനെയാണ് ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്ന് തോന്നിപ്പോകുന്ന തലത്തിൽ അത്രയും ഭീകരമായ കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് മനുഷ്യരിൽ നിന്നുള്ള വലുതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സംഭവത്തിൽ ഇത്ര വലിയൊരു പ്രതിഷേധമുണ്ടായി. ഡോക്ടർമാർ അറ്റ്ലീസ്റ്റ് അവരൊരു സംഘടിത ഗ്രൂപ്പായതുകൊണ്ട് സമരം ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഈ റേപ്പ് കേസുകൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒന്നിലധികമോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും നടക്കുന്നുണ്ട്. അത് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പം ഇത് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ തരത്തിൽ ഇതുമായിട്ട് ഇതിൻ്റെ ബ്രൂട്ടാലിറ്റി ഇത്ര വലുതായതുകൊണ്ടും ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതുകൊണ്ടും ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ പോയിന്റ് അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്, സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ നാളുകൾ കുറെ കൂടെ സുരക്ഷിതമാക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക്. അതിൽ കൽക്കട്ടയിൽ തീർച്ചയായും ഒരു വശത്ത് അവിടുത്തെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടി മമതാ ബാനർജിയും മറ്റു വശത്ത് പ്രതിപക്ഷ പാർട്ടികളുമായി രാഷ്ട്രീയ പോരാട്ടം നടത്തിക്കൊള്ളട്ടെ, അതൊരു വശത്ത് നടന്നോട്ടെ. ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത് അവസാനത്തെ സംഭവമല്ല. ഇനിയും ഒരു സംശയവുമില്ല, നമ്മുടെ രാജ്യത്ത് ഇതിനിയും ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇത് ആവർത്തിക്കും. ഭാഗ്യവശാൽ കേരളത്തിൽ നടന്നില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ഒരു മലയാളിക്കല്ല ഇത് ഉണ്ടായതെന്ന് നമുക്ക് ആശ്വസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? സംഭവിക്കാതിരിക്കാൻ ഉണ്ടാവേണ്ട സിസ്റ്റമിക് പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? കാരണം വളരെ വലിയ വീഴ്ചയാണ് ആ ആശുപത്രിയിൽ ഉണ്ടായത്. ആ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനാണ്, പുറത്തുനിന്ന് വന്നൊരു രോഗിയല്ല, ഒരു കൂട്ടിരിപ്പുകാരിക്കോ ഒരു രോഗിക്കോ അല്ല നേരെയല്ല, അവിടുത്തെ സ്റ്റാഫിന് നേരെയാണ് അതിക്രമം ഉണ്ടായത്. അതും വളരെ ഒരുപാട് പേർ സംഘടിച്ച് ചെയ്ത ഒരു സംഘടിത കുറ്റകൃത്യമാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അപ്പം ഇത്തരം സംഭവങ്ങൾ തടയാൻ സർക്കാർ സംവിധാനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്ന്. രണ്ടാമത്, നമ്മൾ ഇനിയും നിയമത്തിൽ എന്ത് മാറ്റമാണ്
നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചാൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസിനോ ഒരു സംരക്ഷണം ഉണ്ടാക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് നമുക്ക് IPCയുടെയോ അല്ലെങ്കിൽ അതായത് പീനൽ കോഡിൻ്റെയോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെയോ ഭാഗമായി ചേർക്കാവുന്നതല്ല. അതൊരു സെപ്പറേറ്റ് ആക്റ്റായിട്ട് തന്നെ വരേണ്ടതാണ്. കാരണം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ള എല്ലാ വകുപ്പുകളും പീനൽ കോഡിലുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രൊഫഷണൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന കാര്യമാകുമ്പോൾ അത് പ്രത്യേക നിയമമായി തന്നെ വരണം. ആ നിയമത്തിന് തീർച്ചയായും ഞങ്ങൾ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണയ്ക്കും. ആ പിന്തുണ അത് വരേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ വീണ്ടും റീഐറ്ററേറ്റ് ചെയ്യുകയാണ്. അതേസമയം അത് കൂടാതെ നമ്മുടെ നിലവിലുള്ള നിയമങ്ങളുടെ നടപ്പാക്കലുകളിൽ വിവിധ സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ വ്യത്യസ്ത റൂൾസ് ഉണ്ട്. ഞാൻ ആദ്യം പേര് തെറ്റായി ഉച്ചരിച്ചതിന് ഖേദിക്കുന്നു. ഒപ്പം ശ്രീ ജി ദേവരാജൻ, ഒപ്പം ശ്രീ ഷൈബു മഠത്തിൽ, ഒപ്പം ഈ ചർച്ചയുടെ ഭാഗമായ ഡോക്ടർ ഹമ്മദ് അലി. എന്തായാലും നമുക്ക് ഒട്ടും നിർഭാഗ്യകരമായ പ്രതീക്ഷിക്കാനാവാത്ത സംഭവങ്ങൾ കൊൽക്കത്തയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, ബംഗാളിലെ നിർഭയ ഉത്തരവാദി മമതാ സർക്കാരോ എന്നായിരുന്നു. അതെ എന്ന് 74% ആളുകൾ അഭിപ്രായപ്പെട്ടു. അല്ല എന്ന് 21% ആളുകൾ മാത്രമാണ് അഭിപ്രായം മുന്നോട്ട് വെച്ചത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.